എല്ലാവർക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നിക്കോളാസ് റോബേറോ എന്ന് പറയുന്ന താരത്തെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെയധികം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സൂപ്പർ താരം ആഡ്രിയാൻ ലൂണയുടെ പരിക്ക് വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു നിമിഷത്തേക്ക് എല്ലാ ആരാധകരും ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം തീർന്നു എന്നുവരെ വിചാരിച്ചു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണയുടെ പകരക്കാരനായി കൊണ്ടുവരാൻ പോകുന്നത് ലൂണയേക്കാൾ മികച്ച താരമാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഉറുഗ്വൻ അറ്റാക്കിംഗ് മധ്യനിര താരമായ നിക്കോളാസ് ലോഡേറോ എന്ന സൂപ്പർ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണയ്ക്ക് പകരമായി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 34 വയസ്സ് പ്രായം വരുന്ന ഈ ഒരു താരം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു അമേരിക്കൻ ക്ലബായ സിയാറ്റിൽ സൗണ്ടേഴ്സ് എന്ന ടീമിൽ നിന്നും വിട്ടത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC താരത്തിന് ഓഫർ സമർപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് തിരിച്ചടിയാവുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അത് ഉറുഗ്വൻ ക്ലബായ നാഷണൽ FCയും താരത്തെ ഇപ്പോൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് ഹിൻസ്കിസ് മികച്ച നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനാവാൻ കേൾപ്പുള്ള താരം തന്നെയാണ് ഈ ഒരു നിക്കോളാസ് എന്ന താരം. ഈ നീക്കവുമായി കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു നിക്കോളാസ് എന്ന താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഏതായാലും 2023-24 സീസണിന്റെ തുടക്കം മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് FC തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീസണിലേക്ക് ആദ്യമായി സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ജോഷുവ സെറ്റീരിയോ പരിക്കിനെ തുടർന്ന് സീസൺ മുഴുവൻ പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതുകൂടാതെ സെന്റർ മിഡ്ഫീൽഡർ ജിക്സൺ സിംഗിനും ഫ്രെഡി ലല്ലവാമക്കും പരിക്കേറ്റത് മറ്റൊരു തിരിച്ചടിയും കൂടിയായിരിക്കുകയാണ്. ഇരുവരും ഇതുവരെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് പോലുമില്ല. ഇവരെ കൂടാതെ വിം ബാക്കായ ഐവൻ ഡോഹ്ലിങ്ങും ഇതിനിടെ പരിക്കേറ്റ് പുറത്തായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ സീസണിന്റെ ആദ്യ 4 മത്സരങ്ങളിൽ മുഖ്യ പരിശീലകൻ ഇവാൻ വുക്കോമാനോവിച്ച് കൊമ്പന്മാരുടെ ഡഗ് ഔട്ടിൽ ഇല്ലായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്ലേ മേക്കറായ ആഡ്രിയാൻ ലൂണയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൈന്റെ പഞ്ചാബ് FCയുമായുള്ള മത്സരത്തിൽ ആഡ്രിയാൻ ലൂണ ഇല്ലാത്തതിന്റെ അഭാവം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ലൂണയ്ക്ക് പകരമായി കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു വെടിക്കെട്ട് താരത്തെയാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.